നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. 28/3/2026 ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വിലയും സ്വർണ്ണവിലയും. ഇന്ന് വൈകിട്ട് സ്വർണ്ണവില 1 ഗ്രാമിനോട് 230 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1840 രൂപയാണ് കൂടിയത്. 22 ക്യാരറ്റ് രൂപ 13,575, ഒരു പവൻ 1,08,600 അതുപോലെ 24 ക്യാരറ്റ് രൂപ 14,850, ഒരു പവൻ 1,14,472 അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,107 അതുപോലെ 8 ഗ്രാം 88,856 ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുന്നു. റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 220, RSS 5 കിലോ 216, ISNR 186, ലാറ്റക്സ് 60% DRC 152 രൂപ 15 പൈസ. ഇതാണ് കോട്ടയം മാർക്കറ്റ് വില വൈകിട്ടത്തെ. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 220, RSS 5 കിലോ 216. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 137, 60% DRC ഒട്ടുപാൽ കിലോ 102 രൂപ 75 പൈസ. ഇതാണ് അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 210, RSS 5 കിലോ 207. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 247 രൂപ 49 പൈസ, RSS 5 കിലോ 247 രൂപ 6 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. വൈകിട്ടത്തെ രാവിലത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 50 പൈസയാണ് ഇന്ന് വൈകിട്ട് കൂടിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ, അതായത് ഇറാനും ഇസ്രായേലും അമേരിക്കയും യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ ലോകം മറ്റൊരു പ്രതിസന്ധി കാത്തിരിക്കുകയാണ്. ഭക്ഷ്യക്ഷാമവും ജോലി നഷ്ടപ്പെടലും മുതൽ കാർഷിക മേഖല വരെ പ്രതിസന്ധിയിലാകുന്നതാണ് വിവരം. ഇപ്പോൾ തമിഴ്നാട്ടിലെ നാമക്കലിൽ ഏറ്റവും ഉൽപ്പാദനം നടക്കുന്ന മുട്ട 1 കോടി ആണ് ഉൽപ്പാദനം നടക്കുന്നത്. അത് കയറ്റുമതി ചെയ്യാൻ പോലും പറ്റാതെ കെട്ടിക്കിടക്കുകയാണ്. ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പട്ടിണിയിലാകുമോ? ലോകം വൻ പ്രതിസന്ധിയിലേക്ക്. ഇന്ത്യക്കും ഇത് തിരിച്ചടിയാവും. അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെ ബാധിക്കുന്ന പ്രതിസന്ധി ഗൾഫിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലേക്കും എത്തിച്ചേക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ആവശ്യമുള്ള 85% ഇറക്കുമതി ചെയ്യുന്നവരാണ് ഈ രാജ്യങ്ങൾ. ധാന്യത്തിൻ്റെ 90%, അരിയുടെ 100% ഇറക്കുമതി ചെയ്യുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. 62% ഇറച്ചി, 56% പച്ചക്കറി എന്നിവയും ഗൾഫ് രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്നു. എന്നാൽ യുദ്ധം കാരണം ഇതെല്ലാം അവതാളത്തിലായി. വിമാനമാർഗം എത്തിക്കുന്നത് മാത്രമാണ് ഇപ്പോഴത്തെ വഴി. യുദ്ധം രൂക്ഷമായാൽ ഈ വഴിയും അടയും. യുദ്ധം എത്രയും സമയം നീണ്ടുപോയാൽ അതിരൂക്ഷമാവും. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ബസ്മതി അരി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ പറ്റിയില്ല. ഇറാനിലെ തുറമുഖത്തും മറ്റുമായി കെട്ടിക്കിടക്കുകയാണ് GCC രാജ്യങ്ങൾക്കായി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ഈ അരി. കൊച്ചു കേരളത്തെയും സാമ്പത്തികമായി ഉലയുകയും ചെയ്യും ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെ യുദ്ധത്തിൽ അമർന്നാൽ. പണ്ടൊക്കെ കേരളം വികസിച്ച് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ മണി കൊണ്ടാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.